നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നഗരസഭയുടെ 30-ാം വാർഡ് കൊട്ടാരം കുന്നംപുറം എന്ന സ്ഥലത്താണ്. ഇന്ന് രാവിലെയോടുകൂടി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഇതിൻ്റെ മുകളിലായി ജോജി ചാണ്ടി എന്നൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ചേട്ടൻ്റെ വീട് ഇടിഞ്ഞ് വീണിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് രാവിലെയോട് പെയ്ത അതിശക്തമായ മഴയിലാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഈ ഒരു വീട്ടുകാർ ഇപ്പോൾ ഉള്ളത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഈ ഒരു കുടുംബം ഇപ്പോൾ പോകുന്നത്. കോട്ടയം നഗരസഭയുടെ 30-ാം വാർഡിലാണ് ഈ ഒരു വീട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. മുമ്പും സമാനമായ രീതിയിൽ ഈ കനത്ത മഴയിൽ ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്താകമാനം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ ഒരു കനത്ത മഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിയന്തരമായി തന്നെ നമ്മുടെ അധികാരികൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഈ ഒരു പ്രദേശവാസികളും അതുപോലെ തന്നെ ഈ വീട്ടുകാർ ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ലോട്ടറി കച്ചവടത്തിന് പോയിരിക്കുകയാണ്. ഞാൻ കടുവാക്കുളത്താണ്. അന്നേരം വീട്ടുകാരത്തെയാണ് 11:45 എന്നെ വിളിച്ച് പേടിച്ച് വിറച്ച് വിളിക്കുമായിരുന്നു. പെര വീണെന്നും പറഞ്ഞുകൊണ്ട്. ഇതെങ്ങനെ നമ്മൾ നേരത്തെ ഇങ്ങനെ കൊടുത്തായിരുന്നു അല്ലെങ്കിൽ വീടിന്റെ നേരത്തെ പിന്നെ അടുക്കളയുടെ പോയപ്പോഴത്തേക്ക് ഇതുപോലെ കൊണ്ട് കൊടുത്തായിരുന്നു. നേരത്തെ ഇങ്ങനെ പറ്റിയിട്ടുള്ളതല്ലേ? ആ, അതുപോലെ പിന്നെ ഞങ്ങൾ പിന്നെ പഴുതായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായിരിക്കും നമ്മൾ അടുത്ത പിന്നെ വില്ലേജിൽ പോയി എല്ലാം കൊടുത്ത് റെഡിയാക്കണം. ഇതിപ്പം വീട്ടിൽ താമസിക്കുന്ന അച്ഛനും ഞാനും പിന്നെ ഭാര്യയും അമ്മായിമ്മയും. ജോജി എന്ന് പറഞ്ഞ ആളും രേഖ എന്ന് പറഞ്ഞ ആളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർ ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന, ജോജി എന്ന് പറഞ്ഞ ഒരു ലോട്ടറി കച്ചവടമാണ്. ഇപ്പോൾ വീട് പൂർണ്ണമായിട്ട് പോയ രീതിയിലാണ് ഇപ്പം കണ്ട്. ഞാനിപ്പോൾ ഒരു 11-12 മണിയായപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ മറ്റ് സർക്കാരിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഇവരുടെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാവങ്ങളാണ്. ഇവരെ ഏതെങ്കിലും വിധത്തിൽ സർക്കാർ സംവിധാനമല്ലാതെയുള്ള സഹായം എവിടുന്നെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരാഗ്രഹമുണ്ട്. ഇവരെ ഇവിടെ ഇനിയും താമസിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ബാക്കിയുള്ള ഭാഗം കൂടെ ഇടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സംവിധാനത്തിലേക്ക് ഇവരെ വാടകയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംവിധാനത്തിലോട്ട് ഇവരെ മാറ്റണം. ഇത് ആദ്യമല്ല, മരങ്ങൾ വീണ് ഈ തുടങ്ങിയ കാലവർഷത്തിൽ മരങ്ങൾ പല വീടിൻ്റെ മേളിൽ വീണു. അതേപോലെ തന്നെ പല വീടുകളും കുന്നിൻ്റെ ചെരുവ് പ്രദേശത്താണ് ഇവിടെ കൂടുതലും വീടുകളുള്ളത്. അവിടെ എല്ലാം തന്നെ സാധുക്കളാണ് താമസിക്കുന്നത്. 2 സെൻറ്റോ 3 സെൻറ്റോ ഒക്കെ സ്ഥലമുള്ളൂ, വഴിയില്ല, മറ്റുള്ള യാതൊരു സൗകര്യങ്ങളും ഇവിടെയൊക്കെ കുറവാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്ന രീതിയിലുള്ള നടപടിയിലേക്ക് എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അതിനുകൂടെ ഒരു കൈത്താങ്ങാകാൻ എന്തെങ്കിലും ജാഗ്രത ന്യൂസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നൊരു ആഗ്രഹമുണ്ട്.